ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അതിസങ്കീർണമായ ഒരു സാഹചര്യം തന്നെയാണ്, അതിസങ്കീർണമായ നിയമപ്രശ്നം കൂടിയാണ്. അതിൽ തീർച്ചയായും സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇതൊരു എട്ടിൻ്റെ പണി എന്നൊന്നും പറഞ്ഞ് ഇതൊരു വലിയ സങ്കീർണമായ സാഹചര്യം എന്നൊന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുകയില്ല. മുൻപിൽ ഉള്ള സർക്കാരിൻ്റെ കാലത്താണെങ്കിലും ഏതാണ്ട് സമാനമായ സാഹചര്യമാണ്. ഇനി പാരിയത്ത് കാവിലെ സാഹചര്യം എടുത്താലും ഇതേ പ്രശ്നമാണുള്ളത്. കോടതിയിലാണ് വിഷയമുള്ളത്. അപ്പോൾ കോടതിയിൽ സർക്കാർ ഒരു നിലപാടെടുക്കണം. അവിടെ കോടതി കർശനമായി ആവശ്യപ്പെടുന്നത് നിർബന്ധമായും ഇവരെ ഒഴിപ്പിക്കണം എന്നാണ്. അപ്പോൾ കോടതി നിർബന്ധമായും ഇത് നടപ്പാക്കണം, ഈ ഉത്തരവ് നടപ്പാക്കണമെന്ന് സർക്കാരിനോട് ശക്തമായി ആവശ്യപ്പെടുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുണ്ട്. 14 തവണ ഒഴിപ്പിക്കാൻ പോകുമ്പോഴും അവിടെ വലിയൊരു സംഘർഷം കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ അവിടെ അങ്ങനെ എന്തുകൊണ്ടൊരു സംഘർഷമുണ്ടായി, പോലീസ് എന്തിന് അങ്ങനെ പോയി, അഭിഭാഷക കമ്മീഷനൊപ്പം എന്നതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സർക്കാരും സംശയിക്കുകയാണ്. ഇപ്പോൾ പുതിയ സർക്കാരും വി ഡി സതീശൻ്റെ സർക്കാരും സംശയിക്കുകയാണ് അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സർക്കാർ നിയമപരമായി ആദ്യം ഒരു നിലപാട് സ്വീകരിക്കണം. നിയമപരമായി ആദ്യം ഒരു നിലപാട് സ്വീകരിച്ച് ഈ മനുഷ്യരെ അവരുടെ സ്വത്തും അവരുടെ ജീവിതവും സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണം. രാഷ്ട്രീയമായി ഈ വിഷയത്തെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഗുണകരമല്ല. കാരണം മുനമ്പത്തായാലും ഇപ്പോഴുള്ള ഈ പാരിയത്തുകാവിലായാലും ഉള്ള വിഷയത്തെ പരമാവധി രാഷ്ട്രീയമായി മുതലാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഇതെങ്ങനെ സെറ്റിൽ ചെയ്യാം, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നതിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ നീങ്ങണം. സർക്കാരും പ്രതിപക്ഷവും ഒക്കെ തന്നെ യോജിച്ച് ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കണം. ഏതായാലും സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത് ഈ മുനമ്പത്തെ ഭൂമി എന്ന് പറയുന്നത് ദാനം കിട്ടിയ ഭൂമിയാണ് എന്നതാണ്. പക്ഷേ 2019 വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്ത ഭൂമി, അങ്ങനെ ടൈറ്റിൽ വന്നിട്ടുള്ളൊരു ഭൂമി ഇനി ദാനം കിട്ടിയ ഭൂമിയാണ് എന്നെങ്ങനെ പറയും എന്നൊരു വലിയ ചോദ്യമുണ്ട്. അവിടെ മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ പുരോഗമനപരമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ രംഗത്ത് വരണം എന്നതാണ്. ഇതിൽ രാഷ്ട്രീയ കളി അവസാനിപ്പിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം.